സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഡിജിറ്റൽ ഇടപാടുകൾ ഒരുപാട് കൂടിയെങ്കിലും ഇന്ന് വലിയ തുകകൾ കൈമാറാനും ബിസിനസ് ആവശ്യങ്ങൾക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ബാങ്ക് ചെക്കുകൾ. എന്നാൽ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ ഈ ചെക്ക് മടങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, കൃത്യമായി പൂരിപ്പിക്കാത്ത ചെക്കുകൾ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും വഴിമാറാറുണ്ട്. എങ്ങനെ സുരക്ഷിതമായി ഒരു ചെക്ക് പൂരിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ചെക്ക് ബുക്ക് കയ്യിലെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിലെ തീയതിയാണ്. ചെക്കിന്റെ മുകളിൽ വലതുവശത്തായി തീയതി എഴുതാൻ ചെറിയ ബോക്സുകൾ കാണാം. 2026 നമ്മൾ ഒരു ചെക്ക് പൂരിപ്പിക്കുമ്പോൾ തീയതി എഴുതുന്ന രീതി കൃത്യമായിരിക്കണം. ഉദാഹരണത്തിന് ഡേറ്റ് എന്നതിന് നേരെ DD, MM, YYY എന്ന ക്രമത്തിലായിരിക്കും ഉണ്ടാവുക. അതായത് ദിവസം, മാസം, വർഷം. തീയതി എഴുതിയാൽ ആ ദിവസം മുതൽ 3 മാസം വരെ മാത്രമേ ആ ചെക്കിന് ആയുസുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ചെക്ക് വെറും കടലാസ് കഷ്ണം പോലെയാണ്. അക്കങ്ങൾക്കിടയിൽ അധികം വിടവില്ലാതെ എഴുതാനും ശ്രദ്ധിക്കണം. അടുത്തത് പേ എന്നെഴുതിയ ഭാഗമാണ്. ആർക്കാണോ നിങ്ങൾ പണം നൽകുന്നത് അവരുടെ പേര് ഇവിടെ എഴുതണം. പേരെഴുതുമ്പോൾ പേ എന്ന വാക്കിനോട് ചേർന്ന് തന്നെ തുടങ്ങണം. പേരെഴുതി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്ഥലത്ത് ഒരു വര വരയ്ക്കുന്നത് നല്ലതാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളുടെ ചെക്ക് മോഷ്ടിച്ചാൽ പേരിനൊപ്പം മറ്റു വാക്കുകൾ ചേർത്ത് തട്ടിപ്പ് നടത്താതിരിക്കാനാണ്. പലരും പേരെഴുതുമ്പോൾ വലിയ സ്ഥലം വിടാറുണ്ട്, അത് ഒഴിവാക്കണം. ഇനി തുക എഴുതുന്ന രീതി നോക്കാം. റുപ്പീസ് എന്ന് എഴുതിയതിന് നേരെ പണം അക്ഷരത്തിൽ എഴുതണം. ഉദാഹരണത്തിന് 5000 രൂപയാണെങ്കിൽ 5000 റുപ്പീസ് ഓൺലി എന്ന് എഴുതണം. അവസാനം ഈ ഓൺലി എന്ന് ചേർക്കാൻ ഒരിക്കലും മറക്കരുത്. മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ 5000 രൂപ മാത്രം എന്ന് എഴുതുക. ഇതിനുശേഷം അക്കത്തിൽ എഴുതുന്ന ബോക്സിലും തുക രേഖപ്പെടുത്തണം. അവിടെ തുക എഴുതിയാൽ ഉടനെ ഒരു ചെരിഞ്ഞ വരയും പിന്നെ ഒരു ഡാഷും ഇടണം. തുകയ്ക്ക് മുന്നിലോ പിന്നിലോ ആരെങ്കിലും അക്കം കൂട്ടിച്ചേർക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ചെക്കിലെ ഒപ്പാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നൽകിയ അതേ ഒപ്പ് തന്നെ ഇവിടെയും ഇടണം. ഒപ്പിനായി മാറ്റിവെച്ച സ്ഥലത്ത് വേണം ഒപ്പിടാൻ. പേരിന് മുകളിലായി ഒപ്പിടുന്നതാണ് ഏറ്റവും നല്ലത്. ഒപ്പ് മാറിയ ബാങ്ക് ചെക്ക് തള്ളിക്കളയുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ പിഴയും ഈടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമാധാനത്തോടെ കൃത്യമായി ഒപ്പിടുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സുരക്ഷാ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പണം ഒരാളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെക്കിന്റെ ഇടതുവശത്ത് മുകളിലായി 2 സമാന്തര വരകൾ വരച്ച് അതിനുള്ളിൽ അക്കൗണ്ട് പേ എന്ന് എഴുതണം. ഇതിനെ ചെക്ക് ക്രോസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ആർക്കും ആ ചെക്ക് കൊടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം വാങ്ങാൻ കഴിയില്ല. ആ പണം ആരുടെ പേരാണോ ചെക്കിലുള്ളത് അവരുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഇത് വലിയൊരു സുരക്ഷയാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റാണ് തെറ്റ് പറ്റിയാൽ നമ്മൾ വെട്ടിക്കളയുന്ന രീതി. ചെക്കിൽ എവിടെയെങ്കിലും വെട്ടുകയോ തിരുത്തുകയോ ചെയ്താൽ ആ ചെക്ക് ബാങ്ക് സ്വീകരിക്കില്ല. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ആ ചെക്ക് പൂർണ്ണമായും ഒഴിവാക്കി പുതിയത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. തെറ്റിയ ചെക്ക് വെറുതെ കളയരുത്. അത് ക്യാൻസൽഡ് എന്ന് കുറുകെ എഴുതി കീറിക്കളയണം. അതുപോലെ ഒരിക്കലും ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കുകളും ആർക്കും നൽകരുത്. ഒരു ചെക്ക് നൽകുമ്പോൾ അതിന്റെ വിവരങ്ങൾ ചെക്ക് ബുക്കിന്റെ ആദ്യ പേജിലുള്ള റെക്കോർഡ് സ്ലിപ്പിൽ കുറിച്ചു വെക്കാൻ മറക്കരുത്. ആർക്ക് നൽകി, എത്ര തുക നൽകി, ചെക്ക് നമ്പർ എന്നിവ എഴുതി വെക്കുന്നത് ഭാവിയിൽ ഉപകരിക്കും. 2026 ബാങ്കിംഗ് നിയമങ്ങൾ അനുസരിച്ച് ചെക്ക് തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടികളാണ് ഉള്ളത്. നിങ്ങളുടെ ഫോണിൽ ബാങ്ക് ആപ്പ് ഉണ്ടെങ്കിൽ ചെക്ക് നൽകിയ വിവരം അതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് ഇത് നിർബന്ധവുമാണ്. ഓർക്കുക, ചെക്ക് എഴുതുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ലാതെ ചെക്ക് നൽകുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. കൃത്യമായ അറിവോടെ പണമിടപാടുകൾ നടത്തിയാൽ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പറഞ്ഞു കൊടുക്കുക.